രുചിയിലൂടെ ഹൃദയം കീഴടക്കാനായി ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു തനി നാടൻ വിഭവമാണ്. ഇത് പച്ച ഏത്തക്കായ പുഴുങ്ങിയതും നല്ല കാന്താരി ചമ്മന്തിയും. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാ ഇതിന് വേണ്ടതെന്ന്. പച്ച ഏത്തക്ക ഞാൻ പറഞ്ഞില്ലേ, എന്ന തനി നാടൻ വിഭവമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും ഹെൽത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നവർക്കും പറ്റിയൊരു ഡിഷായത്. ഇതിന് വേണ്ടുന്ന സാധനത്തിൽ ഏത്തക്കയാണ് മെയിൻ സാധനം. അത് പുഴുങ്ങി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ 1 കിലോളം ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. പച്ച ഏത്തക്ക, നല്ല പച്ച ഏത്തക്ക എടുത്തിട്ട് നമ്മൾ ഇതിന്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം. അധികം തൊലി ചെത്തി കളയണമെന്നില്ല. തൊലിയോടുകൂടി തന്നെയാണ് നമ്മൾ പുറമേ ഉള്ളത് മാത്രം നമ്മളൊന്ന് ചെത്തിക്കളയും. ഇതിന് കറയുള്ളതാണ്. കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് തേച്ചാൽ നമ്മുടെ കയ്യിൽ കറയൊന്നും പിടിക്കില്ല. ശരിക്കും നല്ല ചാറ്റൽ മഴയും എന്താ പറയുക, ജോൺസൺ മാസിന്റെ സംഗീതവും അതുപോലെ നമ്മുടെ ഏത്തക്ക പുഴുങ്ങിയതും ചിരി മുളക് ചമ്മന്തിയും കട്ടനും ഉണ്ടെങ്കിൽ ആ ഡേ നല്ല സൂപ്പർ ആയിരിക്കും, നല്ല ഉന്മേഷമായിരിക്കും നമുക്ക്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവർ ഉണ്ടാവും. അത് നമുക്ക് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇതിന് നല്ല തിക്നെസ് കൂടുതലാണെങ്കിൽ നമ്മൾ 3ആയിട്ട് ഇതിനെ കട്ട് ചെയ്യാം. ഇത് വലിയ കുഴപ്പമില്ല. ചെറുതായതുകൊണ്ട് നമുക്കിതിനെ 2ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് 2ആക്കി വെറുതെ വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിലേക്ക് ഇടാൻ പറയുന്ന ഇല്ലെങ്കിൽ ഇതിന്റെ കളർ ഫെയ്ഡായി പോവും, കറയൊക്കെ ഉള്ളതായതുകൊണ്ട്. ഇല്ലേ അത് കറുത്ത് വരും. ഇതും അതുപോലെ നമുക്ക് തൊലി ചെത്തിയെടുക്കാം. കട്ടി കൂടുതലാണെന്ന് തോന്നിയാൽ നമ്മൾ കനം കുറച്ച് ഇതിനെ ഒന്ന് 3ആക്കി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ കുക്കിംഗ് ടൈം കുറച്ച് മതിയാവും. ഇതുപോലെ 3ആയിട്ട് എടുക്കാം. നമ്മൾ അരിഞ്ഞിട്ട് ഈ ഏത്തക്ക ഒന്ന് കഴുകിയെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഏത്തക്ക നന്ന വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ആവിയിൽ പുഴുങ്ങിയെടുക്കുക. അത് നമ്മുടെ സ്റ്റീമറോ അപ്പച്ചമ്പോ നമ്മുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള അതിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക. അപ്പം ഞാൻ സ്റ്റീമർ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി. നമുക്കിതിലേക്ക് ഏത്തക്ക അരിഞ്ഞത് നിരത്താം. ഇതിൽ നമ്മൾ ഉപ്പ് ഇപ്പം ചേർക്കില്ല. ഉപ്പ് നമ്മളൊരു പകുതി ഒന്നായി കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് തളിച്ചു കൊടുത്താൽ മതിയാവും. ഇത് ശരിക്കും കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇടയ്ക്കൊന്നത് ഉണ്ടാക്കണം എന്ന് തോന്നും. കാരണം ഇപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വൈകുന്നേരം എന്താ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഇത് ഓർത്ത് വരും. മിക്ക വീട്ടിലും വാഴയൊക്കെ ഉണ്ടാവും. പിന്നെ ഈസി അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണിത്. ഞാൻ പറഞ്ഞില്ല, ഏത്തക്കായുടെ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചെറിയ സ്ലൈസ് ആക്കുന്നത് നന്നായിരിക്കും. കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ആദ്യം നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇത് ടച്ച് ചെയ്യുമ്പോൾ വെന്തു എന്ന് നമുക്ക് കണ്ടാലും ഒരു കുറച്ച് നേരം കൂടി നമ്മളത് കുക്ക് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഇത് പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കട്ടി വരും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് വെക്കുക. അപ്പം നമുക്ക് ഏതായാലും ഒരു ½ ആൻ അവർ എങ്കിലും വേണം ഇതായി വരാൻ.
നമുക്ക് വെക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇതിന്റെ പാകം. എന്നിട്ട് നമുക്ക് ഉപ്പും ചേർക്കാം. അപ്പൊ ഏതായാലും ഇത് പുഴുങ്ങാനായിട്ട് വെക്കാം. നമ്മൾ ഏത്തയ്ക്ക സ്റ്റീം ചെയ്യാനായിട്ട് പുഴുങ്ങാനായിട്ട് നമ്മൾ വെച്ചു. ആ നേരത്ത് നമുക്ക് ഇതിനായിട്ടുള്ള കാന്താരി ചമ്മന്തി തയ്യാറാക്കാം. അതിന് വേണ്ടുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ വെള്ളക്കാന്താരിയ വീട്ടിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വെള്ളക്കാന്താരി എടുത്തേക്കുന്നത്. പിന്നെ ചുവന്നുള്ളി, അതുപോലെ ഉപ്പ്, വാളംപുളി, വെളിച്ചെണ്ണ. ഇത് നല്ല കല്ലയിൽ നമുക്ക് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് മുളകിന്റെ ഞെടുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഇതിന് നല്ല എരിയാണ്, അപ്പൊ എന്തേലും എരി വേണം എന്നുള്ളതനുസരിച്ച് ചേർക്കുക. ഇനി കൂടി പാലിച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നമുക്കൊന്ന് ബാലൻസ് ചെയ്യുകയും ചെയ്യാം. നമുക്കൊരു 10 എണ്ണം എടുക്കാം തൽക്കാലം. ഇനി എരിവ് അധികം വേണ്ടാത്തവരാണെങ്കിൽ പച്ചമുളക്, ഇനി ഇതല്ല നമുക്ക് വത്തൽമുളക് ചേർത്തും ഇത് തയ്യാറാക്കും. നമ്മ ഇച്ചിരി സ്പൈസി ആയിട്ടിരുന്ന ഒരു രസം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി എരിയൊക്കെ ഉള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിവിടെ, പിന്നെ ഇവിടെ എനിക്ക് വീട്ടിലുണ്ട് ഇത് മുളക്, അതുകൊണ്ട് ഞാൻ വെള്ളമുളക് എടുത്തേക്കുന്നത് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ചുവന്നുള്ളി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, മുളകിന്റെ ഒക്കെ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നു. നല്ല എരി ഉണ്ടാവും. അതിൽ നമ്മുടെ വാളംപുളി, ലേശം ഉപ്പ്, ഇതൊന്ന് നന്നായിട്ട് ചേർത്തതിലേക്ക് ഞെരടിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇതുമായിട്ട് പുളിയും ഉപ്പും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. വയൽ വെള്ളം വരുന്നു. നല്ല ടേസ്റ്റിയാണ് ഇത് കേട്ടോ. ആവശ്യത്തിന് പുളിയുണ്ടോ എന്നൊക്കെ നോക്കുക. ഉപ്പും പോരാത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയും ഉപ്പും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് ഞെരടി ചേർത്ത് പിടിപ്പിക്കുക. ശരിക്കും നല്ല കൊതി വരുന്നുണ്ട്. എരിവിൻ്റെ മണവും വെളിച്ചെണ്ണയുടെ ഇതും പുളിയും എല്ലാം കൂടി കൂടിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചമ്മന്തി പാകമായോ എന്നുള്ളത്. പോരായെങ്കിൽ ഉപ്പോ പുളിയൊക്കെ വേണേൽ നമുക്ക് ചേർക്കണമല്ലോ. നല്ല എരിയും നല്ല പുളിയും നല്ല ടേസ്റ്റി കേട്ടോ. നമ്മുടെ ഏത്തയ്ക്ക ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് മുളകൊക്കെ പൊട്ടിച്ചു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് ഞാൻ കുത്തി നോക്കി. ഹാഫിലും മേലെ കുക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പ് തളിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഉപ്പ് വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തളിച്ചു കൊടുക്കാം. ഉപ്പ് നന്നായിട്ടൊന്ന് തളിക്കുക. നമുക്ക് ഈ അടിയിലുള്ളതിനെയും തൽക്കാലം നമുക്ക് ഇത്രയും തളിക്കാം. ശരിക്കും ഒന്നെടുത്ത് ഷഫ്ലി ഒന്ന് കൊട്ടിയിട്ടാൽ നല്ലതായിരിക്കും. പക്ഷെ ഇപ്പൊ ഇത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ല, നമുക്ക് ഇത്
അപ്പം നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ്സും കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം, ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ഏകദേശം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ കുത്തുമ്പോൾ വെന്തു നമുക്ക് തോന്നിയാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇച്ചിരി ആറി കഴിയുമ്പോൾ ഇച്ചിരി കട്ടി തോന്നും. അപ്പം നമ്മളൊരു 5 മിനിറ്റ്സ് കൂടുതൽ വെക്കുക. വെന്തും തോന്നിയതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതിയാവും. നമ്മുടെ മുളക് പൊടിച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ക്ഷമിക്കാം അല്ലേ. അപ്പം നമുക്ക് നോക്കാം, നമുക്ക് ഏത്തക്കയും മുളക് പൊടിച്ചൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാം. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റീമർ ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ വാഴയ്ക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാറ്റാം. നമ്മൾ ഏത്തക്ക പുഴുങ്ങിയതിൻ്റെ കൂടെ മുളക് പൊട്ടിച്ചത് ആവാം എന്ന് പറഞ്ഞ് ഞാൻ മുളക് പൊട്ടിച്ചതിനെ കാണിച്ചു. അപ്പോൾ ബ്ലസ്സിനൊരു അഭിപ്രായം, ബ്ലസ്സിന് എപ്പോഴും പറയും നല്ല എരി ഉള്ള ചട്നിയുടെ കൂടെ കഴിക്കുമ്പം ചെറുതായിട്ട് തൊട്ട് നിൽക്കാൻ ഒരു സ്വീറ്റും കൂടി വേണമെന്ന്. അപ്പോൾ ബ്ലസ്സിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. അതും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്ന് ബ്ലസ്സും പറഞ്ഞു. കാരണം എന്നാന്ന് വെച്ചാൽ പിന്നെ നല്ല എരിയുള്ള കാന്താരിമുളക് വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ബ്ലസ്സിന് ആരാന്ന് സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ തന്നെ കളേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് പാർട്ട് 1 ഉണ്ട്, അതൊന്ന് വ്യൂ ചെയ്താൽ, പാർട്ട് 1 and 2 ഉണ്ട്, അത് വ്യൂ ചെയ്താൽ അറിയാം ബ്ലസ്സിന് ആരാന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഞാൻ പറയാതെ എന്തൊക്കെയാന്ന്. വത്തലുമുളക് ക്രഷ് ചെയ്തെടുത്തെടുക്കുന്ന, ഡേറ്റ്സ് ഒരു 12 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ്, ഉപ്പ്, വാളംപുളി വെള്ളത്തിലിട്ടതാണിത്, അതുപോലെ ശർക്കര, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പൊ നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വത്തലുമുളക് ഇതിലേക്ക് ചേർക്കാം. ഇത് സ്പൈസി ആൻഡ് സ്വീറ്റ് ആണ്, എന്നാലും മെയിൻ സ്വീറ്റ്നെസ്സിനാണ് മുന്നിൽ നിൽക്കുന്നത്. നമുക്കിത് ഒരു 2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് ഇട്ടേക്കുന്നത്. അധികം പെട്ടെന്ന് മൂത്ത് പോയാൽ കരിഞ്ഞ രുചി വരും. അതുകൊണ്ട് ഇത് ചതച്ച് ഞാൻ എടുത്തേക്കുന്നതാണ് വത്തലുമുളക്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നൊന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് ഡേറ്റ്സ് അരിഞ്ഞത് ചേർക്കാം. നമുക്കിതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്യാം. ഡേറ്റ്സ് ചെറുതായിട്ട് സോഫ്റ്റ് ആവും, പിന്നെ ഉപ്പൊക്കെ അതിലേക്ക് പിടിക്കും. നമുക്ക് വാളംപുളിയുടെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഉണ്ടയാണ് എടുത്തേക്കുന്നത്. ഇത് ഏത്തക്കയ്ക്ക് മാത്രമല്ല കേട്ടോ, ചോറ്, ബിരിയാണി, ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സൈഡായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഡേറ്റ്സ്, പിന്നെന്താ വത്തലുമുളക്, ഉപ്പ്, പുളി, വാളംപുളി പിഴിഞ്ഞ്, ഇത്ര നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത്. നമുക്കിനി ശർക്കര ഞാനൊരു 2 ടേബിൾ സ്പൂൺ, ഇത് പൊടിയായിട്ട് തന്നെ നമുക്ക് വാങ്ങാനിപ്പോൾ കിട്ടും, ജാഗ്രി പൗഡർ എന്ന് പറഞ്ഞാൽ. ഞാൻ അതാണ് വാങ്ങിച്ചേക്കുന്നത്. നല്ല കറുത്ത നിറമായിരിക്കും. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം, ഒരു 2 ടീസ്പൂണോളം. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അവർക്ക് നമ്മളുടെ കാന്താരിമുളക് ചേർത്തതിനേക്കാളും ഇഷ്ടം ഇതുപോലത്തെ ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ടാണ്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്താ, ഇതിന് നല്ല എരിവുണ്ട്, എന്നാൽ അതിനെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ നല്ല മധുരമുണ്ട്, അതുപോലെ ആവശ്യത്തിന് പുളിയുണ്ട്.
ഇതൊരു നല്ലതാണ്. ഇത് പലതിൻ്റെയും ഡിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഇപ്പം നമുക്കിത് സെർവ് ചെയ്ത് നമുക്ക് ചൂടനെ നമ്മുടെ ഏത്തയ്ക്ക പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതും ഈ സ്വീറ്റ് ചട്നിയും ഒരു കട്ടനും കൂടി ഒന്ന് കൂട്ടി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ തനി നാടൻ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.